ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കഴിഞ്ഞ 10 ദിവസത്തിനിടെ AI ഇൻഡസ്ട്രിയിൽ സംഭവിച്ചിട്ടുള്ള ഒരു കൂട്ടം ഇവൻറ്റുകളെ കുറിച്ചാണ്. മീഡിയ ഇവ സെപ്പറേറ്റ് ന്യൂസ് സ്റ്റോറീസ് ആയിട്ടാണ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവുക. പക്ഷേ ഇവ ഒന്നിച്ച് വായിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു പിക്ചർ കിട്ടും. ആ പിക്ചറാണ് ഈ വീഡിയോ. ഞാൻ നിങ്ങളോടൊരു പ്രോമിസ് ചെയ്യുകയാണ്. ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ AI-യെക്കുറിച്ചുള്ള നിങ്ങളുടെ ധാരണ അതെന്തായിക്കോട്ടെ അത് കംപ്ലീറ്റ്ലി മാറും. ഫെബ്രുവരി 4, 2026 ഇന്ത്യൻ IT സ്റ്റോക്സിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും മോശമായ ദിനങ്ങളിലൊന്നായിരുന്നു. നിഫ്റ്റി IT ഇൻഡെക്സ് 7% ഇടിഞ്ഞു. 2 ലക്ഷം കോടി രൂപയാണ് ഒറ്റ ദിവസം കൊണ്ട് മാർക്കറ്റിൽ നിന്ന് തുടച്ചു നീക്കപ്പെട്ടത്. ഇൻഫോസിസ് 8% വീണു. TCS, വിപ്രോ, മൈൻഡ്ട്രീ, പെർസിസ്റ്റൻറ്റ് അങ്ങനെ ഇന്ത്യയിലുള്ള എല്ലാ IT കമ്പനികളും അന്ന് ചുവപ്പിലാണ് അവസാനിച്ചത്. അതും ഏറ്റവും വലിയ വീഴ്ച മാർച്ച് 2020 ശേഷം ഏറ്റവും വലിയ സിംഗിൾ ഡേ ഫാൾ. ഇന്ന് ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ ഫെബ്രുവരി 12 ഇത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. TCS അതിൻ്റെ 52 വീക്ക് ലോ അടിച്ചു. വിപ്രോ സെയിം, ഇൻഫോസിസ് സെയിം, എല്ലാ കമ്പനികളും സെയിം. നിഫ്റ്റി IT ഇൻഡെക്സ് 2026 ഇതുവരെ 10.5% താഴേക്ക് പോയിട്ടുണ്ട്. ഇവിടെ ഒരു ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമുണ്ട്. ഈ ക്രാഷിന് കാരണം പുവർ ഏർണിങ്സോ അല്ലെങ്കിൽ വീക്ക് ഗൈഡൻസ് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ IT കമ്പനികളുടെ സ്റ്റോക്ക് വാല്യൂസിനൊക്കെ നിയന്ത്രിക്കുന്ന കാര്യങ്ങൾ. ഇതൊന്നുമല്ല. ഇന്ത്യൻ IT കമ്പനീസിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ബാഡ് ന്യൂസും വന്നിട്ടില്ല. ആകെ ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ ഒരു കമ്പനി ഒരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്തു, അത്രമാത്രം. ഒരു AI ടൂൾ. അത് ലോകത്തിലെ IT ഇൻഡസ്ട്രിയെ തന്നെ ഇളക്കി മറിച്ചു. അപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ഈ വീഡിയോയിൽ നമുക്ക് അത് വിശദമായിട്ട് പരിശോധിക്കാം. ആന്ത്രോപിക്, ഈ പേര് പലർക്കും പരിചയം ഉണ്ടാകില്ല. ChatGPTയുടെ ഏറ്റവും ശക്തമായ കോമ്പറ്റീറ്ററായ ക്ലോഡ് AI പുറത്തിറക്കിയ കമ്പനിയാണ് ആന്ത്രോപിക്. ഇവരുടെ സ്റ്റോറി അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. കാരണം ഈ കമ്പനിയുടെ ഒരു പ്രോഡക്റ്റ് ലോഞ്ചാണ് ഈ 2 ലക്ഷം കോടിയൊക്കെ മാർക്കറ്റ് ഇടിയാൻ കാരണം. ആന്ത്രോപിക്കിൻ്റെ ഫൗണ്ടറാണ് ദാരിയോ അമോദെ. ഇയാൾ ഒറിജിനലി OpenAIയിൽ വൈസ് പ്രസിഡൻറ്റ് ഓഫ് റിസർച്ച് ആയിരുന്നു. OpenAIയിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് റിസർച്ചേഴ്സിൽ ഒരാൾ. പക്ഷേ അമോദയ്ക്ക് ഒരു ഫണ്ടമെൻ്റൽ ഡിസഗ്രിമെൻ്റ് ഉണ്ടായിരുന്നു OpenAIയുമായിട്ട്. AI സേഫ്റ്റി ആയിരുന്നു വിഷയം. ഈ ടെക്നോളജിയെ സേഫായിട്ട് ബിൽഡ് ചെയ്യുന്നതിന് OpenAI സീരിയസ് ആയിട്ട് എഫേർട്ടൊന്നും എടുക്കുന്നില്ല എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ പരാതി. സാം ആൾട്ട്മാനുമായിട്ട് ഇതിൻ്റെ മേലെ ഒരുപാട് ക്ലാഷ് ഒക്കെ ഉണ്ടായി. 2021 അമോദെ OpenAI ക്വിറ്റ് ചെയ്തു. OpenAIയിൽ നിന്ന് ഒരു ടീമിനെയും അദ്ദേഹം കൂടെ കൊണ്ടുപോയി. സിസ്റ്റർ ദാനിയേല അമോദയും അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അവരൊരുമിച്ച് ആന്ത്രോപിക് സ്ഥാപിച്ചു. ശരിക്കും ഇത് സിലിക്കൺ വാലിയിലെ ഏറ്റവും ഡ്രമാറ്റിക് ആയിട്ടുള്ള എക്സിറ്റ് സ്റ്റോറീസിലൊന്നാണ്. ഒരു ഫിലോസഫിക്കൽ സ്പ്ലിറ്റാണ് ആക്ച്വലി ഇവരുടെ ഇഷ്യൂ. AI ഏറ്റവും വേഗത്തിൽ ബിൽഡ് ചെയ്യുക എന്ന് വിചാരിക്കുന്ന ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്. അല്ല, AIയെ സേഫായിട്ട് ബിൽഡ് ചെയ്യുക എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റി. ഈ ഡിബേറ്റിൻ്റെ 2 ഓപ്പോസിറ്റ് സൈഡ്സിലാണ് OpenAIയും ആന്ത്രോപിക്കും ഇരിക്കുന്നത്. ഇന്ന് ആന്ത്രോപിക് ലോകത്തിലെ തന്നെ ഏറ്റവും സേഫ്റ്റി ഫോക്കസ്ഡ് ആയിട്ടുള്ള AI കമ്പനി ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഗൂഗിളും ആമസോണും ഒക്കെ ബില്യൺ കണക്കിന് ഡോളർ ഫണ്ട് ചെയ്തിട്ടുള്ള കമ്പനി. ഇതിൻ്റെ നിലവിലെ വാല്യുവേഷൻ എന്ന് പറയുന്നത് ഏകദേശം $380 ബില്യൺ. ഏകദേശം OpenAIയുടെ വാല്യുവേഷന് നിയർ ബൈ തന്നെ. പക്ഷേ ഇവിടെ ഒരു ഐറണി ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ AI സേഫ്റ്റിയിൽ ഏറ്റവും കോഷ്യസ് ആയിട്ടുള്ള കമ്പനിയുടെ പ്രോഡക്റ്റ് ലോഞ്ചാണ് മാർക്കറ്റ് ക്രാഷിനെ ട്രിഗർ ചെയ്തിട്ടുള്ളത് എന്നാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. കെയർഫുള്ളായ കമ്പനിയുടെ പ്രോഡക്റ്റ് ഇത്ര പവർഫുൾ ആണെങ്കിൽ ബാക്കിയുള്ളവരൊക്കെ കോമ്പറ്റീഷനിൽ ഒപ്പം എത്താൻ വേണ്ടിയിട്ട് അവരുടെ പ്രോഡക്റ്റുകൾ ഈ സേഫ്റ്റി ഒന്നും നോക്കാണ്ട് പുഷ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? ആ ചിന്ത അവിടെ നിൽക്കട്ടെ. നമുക്ക് ആന്ത്രോപിക്കിൻ്റെ ആ പ്രൊഡക്റ്റ് എന്തായിരുന്നു എന്നുള്ളത് നോക്കാം. ഫെബ്രുവരി 3 ക്ലോഡ് കോവർക്കിൽ 11 പുതിയ പ്ലഗിനുകൾ ആന്ത്രോപിക് റിലീസ് ചെയ്തു. ലീഗൽ വർക്ക്, സെയിൽസ്, മാർക്കറ്റിംഗ്, ഡാറ്റ അനലറ്റിക്സ് ഇങ്ങനെ ബിസിനസ്സിൻ്റെ കോർ ഫങ്ഷൻസ് ഓട്ടോമേറ്റ് ചെയ്യാൻ കഴിയുന്നതായിരുന്നു ആ ടൂളുകൾ. ഇതിലെ ഒരു പ്ലഗിനാണ് ആക്ച്വലി മാർക്കറ്റിനെ കാര്യമായിട്ട് പിടിച്ചുലച്ചത്. ലീഗൽ ടൂളായിരുന്നു. ഈ ലീഗൽ ടൂളിൻ്റെ പ്രത്യേകത, നിങ്ങൾ കോവർക്ക് യൂസ് ചെയ്തിട്ടുണ്ടോയെന്ന് അറിയില്ല. ബേസിക്കലി അവരുടെ പ്രീമിയം പ്ലാൻ ആവശ്യമാണ്. അവരുടെ പ്രീമിയം പ്ലാൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആദ്യം അവർ അവൈലബിൾ ആക്കിയിട്ടുണ്ടായിരുന്നത് Mac OSന് വേണ്ടിയിട്ടുള്ള ക്ലോഡിൻ്റെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രമേ കോവർക്ക് ലഭിക്കുള്ളായിരുന്നു. ബട്ട് ദെൻ ഇപ്പോൾ ഫെബ്രുവരി 10 തൊട്ടിട്ട് വിൻഡോസ് ആപ്ലിക്കേഷൻ ബേസ്ഡ് ആയിട്ടുള്ളതിലും ഇത് അവൈലബിൾ ആണ്. അപ്പോൾ കോവർക്കിൽ നമ്മുടെ കമ്പ്യൂട്ടറിനകത്തുള്ള എജൻറ്റിക് സർവീസസ് ആണ്. നമ്മുടെ കമ്പ്യൂട്ടറിനകത്തുള്ള കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന ഒരു പരിപാടിയാണ് കോവർക്ക്. അപ്പോൾ ഈ കോവർക്കിനകത്ത് നമുക്ക് പ്ലഗിൻസ് വെച്ചിട്ട് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. അപ്പോൾ ഇതിൽ ഈ ലീഗൽ ടൂളിൻ്റെ പ്രത്യേകത, നമ്മുടെ കോൺട്രാക്റ്റുകൾ റിവ്യൂ ചെയ്യും, നമ്മുടെ നോൺ ഡിസ്ക്ലോഷർ അഗ്രിമെൻറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ സോർട്ട് ചെയ്യും, കോംപ്ലയൻസ് റിസ്കുകൾ ഫ്ലാഗ് ചെയ്യും, ലീഗൽ ബ്രീഫുകളൊക്കെ ഡ്രാഫ്റ്റ് ചെയ്യും. ഇത് സാധാരണഗതിയിൽ ഒരു ലോ ഫേമിൽ ജൂനിയർ അസോസിയേറ്റുകൾ ചെയ്യുന്ന വർക്കാണ്. മണിക്കൂറിന് $100 കണക്കിന് ചാർജ് ചെയ്യാൻ കഴിയുന്ന വർക്ക്. വലിയ കമ്പനികളിൽ ലീഗൽ ടീംസാണ് ഇതൊക്കെ ചെയ്യുക. അപ്പോൾ IT ഔട്ട്സോഴ്സിങ് കമ്പനികൾ ഉണ്ടാവുമല്ലോ, അവർ പൊതുവെ അവർക്ക് ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങളിലേക്കൊക്കെ വരുന്ന വർക്കാണ് ഇതൊക്കെ. വാൾ സ്ട്രീറ്റ് ഇതിൻ്റെ ഒരു റിയാക്ഷൻ എന്താണെന്ന് വെച്ചാൽ തോംസൺ റോയിട്ടേഴ്സ്, ലീഗൽ ഡാറ്റയുടെ ഗ്ലോബൽ ലീഡറായിട്ടുള്ള കമ്പനി, അവരുടെ സ്റ്റോക്ക് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ പ്ലഗിൻ്റെ റിലീസോട് കൂടിയിട്ട് 21% അവരുടെ സ്റ്റോക്ക് വീണത്. ലീഗൽ സൂം എന്നുള്ള കമ്പനി 19% വീണു. ഇത് പിന്നീട് ചെയിൻ റിയാക്ഷനായിട്ട് ലീഗൽ ടെക് സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രിയിൽ നിന്ന് മാറിയിട്ട് ജനറൽ സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രിയിലേക്ക് സ്പ്രെഡ് ചെയ്തു. ലോജിക്ക് സിമ്പിളാണ്. ലീഗൽ വർക്ക് ഓട്ടോമേറ്റ് ചെയ്യാമെങ്കിൽ സെയിൽസ് ഓട്ടോമേറ്റ് ചെയ്യാം, മാർക്കറ്റിംഗ് ഓട്ടോമേറ്റ് ചെയ്യാം, കസ്റ്റമർ സർവീസ് ഓട്ടോമേറ്റ് ചെയ്യാം. ഇങ്ങനെ
കംപ്ലീറ്റ് ഇൻഡസ്ട്രിയെയും വൈറ്റ് കോളർ ജോബ്സിനെയും ഓട്ടോമേഷൻ്റെ ഒരു ട്രെൻഡ് സ്റ്റാർട്ട് ചെയ്യുന്നു എന്നുള്ളത് ഈ ചിന്ത മാർക്കറ്റിൽ ആകെ പാനിക് ഉണ്ടാക്കി. സെയിൽസ് ഫോഴ്സ് 26% ഡൗൺ ആയി, സർവീസ് നൗ 28%, ഹബ്സ്പോട്ട് 39%, ഫിഗ്മ 40%. ഇങ്ങനെ നമ്മളിങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രിയിലുള്ള ജയൻസ് എല്ലാം ഈ വർഷം 2026 സ്പെസിഫിക് ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ രീതിയിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ അവരുടെ സ്റ്റോക്കിൻ്റെ വാല്യൂ വീണിട്ടുണ്ട്. ശരിക്കും നമ്മളിതിലൊരു കാര്യം കൂടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഇൻട്രസ്റ്റിംഗ് ഡീറ്റെയിൽ ഒളിഞ്ഞ് കിടക്കുന്നുണ്ട്. ഹെഡ്ജ് ഫണ്ടുകളുണ്ടല്ലോ, മാർക്കറ്റിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് ആദ്യം മനസ്സിലാക്കുന്ന ആൾക്കാർ, ഭൂചലനം സംഭവിക്കാൻ പോകുന്നുണ്ടെങ്കിൽ അത് നേരത്തെ അറിയുന്ന കൂട്ടർ, അവർ 2026 മാത്രം സോഫ്റ്റ്വെയർ സ്റ്റോക്സിൽ $24 ബില്യൺ ഷോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ പൊതുവിൽ കുറച്ച് മുൻപൊക്കെ ഉള്ളൊരു ബിലീഫ് ഉണ്ടായിരുന്നല്ലോ, സോഫ്റ്റ്വെയർ വിൽ ഈറ്റ് ദ വേൾഡ് എന്ന് പറയുന്നത്. പക്ഷേ AI വിൽ ഈറ്റ് സോഫ്റ്റ്വെയർ എന്നതാണ് പുതിയ ബെറ്റ് എന്ന് പറയുന്നത്. ആന്ത്രോപിക്കിൻ്റെ ലോഞ്ച് ശരിക്കും ആ ബെറ്റ് കൺഫേം ചെയ്തു. ആദ്യം US സോഫ്റ്റ്വെയർ സ്റ്റോക്സ് ആണ് ക്രാഷ് ആയതെന്നുണ്ടെങ്കിൽ അത് ഇന്ത്യയിൽ ആ സമയത്ത് രാത്രി ആയിരിക്കുമല്ലോ. പിന്നീട് മോർണിംഗിൽ ഇന്ത്യൻ IT സ്റ്റോക്സിലേക്ക് അത് നേരെ ക്രോസ് ചെയ്തു. ഫെബ്രുവരി 4 ഇന്ത്യൻ ITയുടെ വേഴ്സ്റ്റ് ഡേ സിൻസ് മാർച്ച് 2020. 2 ലക്ഷം കോടിയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒറ്റ സെഷനിലെ നഷ്ടം. അവിടെ നിന്ന് ഇങ്ങോട്ട് 1 വീക്കായിട്ട് സ്റ്റിൽ IT സ്റ്റോക്സ് എല്ലാ ദിവസവും താഴേക്കാണ് പോകുന്നത്. ഇന്ത്യൻ IT സർവീസസിൻ്റെ ബിസിനസ് മോഡൽ ആക്ച്വലി കംപ്ലീറ്റ്ലി ഇത് കാരണം ഡിസ്റപ്റ്റഡ് ആയിരിക്കുകയാണ്. അപ്പം നമ്മൾ നിലവിൽ ചെയ്യുന്നത് എന്താണ്? ഹെഡ് കൗണ്ട് ബേസ്ഡ് ബില്ലിംഗ് എന്ന് പറയും. ക്ലയൻറ്റ് പേ ചെയ്യുന്നത് പെർ പേഴ്സൺ പെർ ഹവർ എന്നൊക്കെയുള്ള രീതിയിലാണ്. ഇപ്പോൾ TCSന് 6 ലക്ഷം ജോലിക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ അവരെ പെർ ഹവർ ബേസിസിലോ മറ്റോ ഒക്കെ ആയിരിക്കും, അല്ലെങ്കിൽ അവരെ പൊസിഷൻ ബേസൊക്കെ ആയിട്ടായിരിക്കും TCS ബില്ല് ചെയ്യുന്നുണ്ടാവുക. സിമിലർലി ഇൻഫോസിസ് അങ്ങനെയൊക്കെ. അതായത് വലിയ ടീമുകൾ വേണം, വലിയ ബാക്ക് ഓഫീസ് വർക്കുകൾ പോലെ ഈ ITയുടെയൊക്കെ ബാക്ക് ഓഫീസ് വർക്കുകൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്നുള്ള അസംഷനിലാണ് ശരിക്കും ഈ എൻ്റയർ മോഡൽ ബിൽഡ് ചെയ്തിരിക്കുന്നത്. പക്ഷേ വെറും $20 പെർ മന്ത് എന്ന് വെച്ചാൽ ഇന്ത്യൻ മണിയിൽ ഒരു 1700 രൂപയൊക്കെ ഉള്ള, അല്ലെങ്കിൽ അത്ര വിലയുള്ള ഒരു സബ്സ്ക്രിപ്ഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ ലീഗൽ, സെയിൽസ്, മാർക്കറ്റിംഗ്, ഡാറ്റ അനലിറ്റിക്സ് ഇങ്ങനെയുള്ള വർക്കുകളൊക്കെ ഓട്ടോമേറ്റ് ചെയ്യാമെന്ന് ആന്ത്രോപിക് പ്രൂവ് ചെയ്തു. ഈ സെയിം കാറ്റഗറീസ് ഓഫ് വർക്കാണ് ഇന്ത്യൻ IT കമ്പനികൾ ക്ലയൻസിന് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് എന്താ ചെയ്യുന്നത്? സ്റ്റോക്ക് മാർക്കറ്റ് അന്നത്തെ നമ്പർ അല്ല ആക്ച്വലി കൺസിഡർ ചെയ്യുന്നത്. നാളെയുടെ ട്രാജക്ടറി എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളതാണ് ശരിക്കും വിപണിയിലെ പ്രൈസ് ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ ആ പോക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം 10 ആൾ ആവശ്യമുള്ള ജോലി ഈ വർഷം 5 ആളെ വെച്ച് തീർക്കാമെങ്കിൽ ഈ വർഷം 5 ആൾ ആവശ്യമുള്ള ജോലിക്ക് അടുത്ത വർഷം ഒരാൾ മതിയാകും, ഈ പ്ലഗിൻസും മറ്റൊക്കെ വരികയാണെങ്കിൽ എന്നുള്ള ഒരു സിനാരിയോയിലേക്ക് പിക്ചർ മാറുകയാണ്. അപ്പോൾ ഉടൻ നമ്മുടെ നാസ്കോമിൻ്റെ ഭാഗത്ത് നിന്ന് ഇന്ത്യൻ IT ഇൻഡസ്ട്രിയുടെ ബോഡി ഉണ്ടല്ലോ, അവരൊരു സ്റ്റേറ്റ്മെൻറ്റ് പാസ്സാക്കി. AI ഇന്ത്യൻ IT എഞ്ചിനെ ബൈപ്പാസ് ചെയ്യും എന്നുള്ള ഫിയർ മിസ്പ്ലേസ്ഡ് ആണ് എന്നാണ് നാസ്കോം പറഞ്ഞത്. മനുഷ്യന്മാരെപ്പോഴും ലൂപ്പിൽ വേണം എന്നുള്ളതായിരുന്നു അവരുടെ വാദം. പക്ഷേ ഈ വാദം ശരിക്കും പറഞ്ഞാൽ 2007 നോക്കിയ മൈക്രോസോഫ്റ്റും ഐഫോൺ ഇറങ്ങിയ സമയത്ത് പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റിന് സിമിലർ ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. നോ കീബോർഡ് നോ ചാൻസ് എന്നാണ് അന്നത്തെ കാലത്ത് അവരുടെ വ്യൂ. പക്ഷേ പിന്നീട് എന്താ സംഭവിച്ചത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ. കീബോർഡുള്ള ഫോൺ ഇപ്പോൾ കാണാനുണ്ടോ? അത്രമാത്രം ചിന്തിച്ചാൽ മതി. സ്റ്റോക്ക് മാർക്കറ്റ് ആൾസോ ആ പ്രസ് റിലീസ് കെയർ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. കാരണം IT സ്റ്റോക്സ് പിന്നീട് ഗ്രീനിൽ ഒരു ദിവസം പോലും ക്ലോസ് ചെയ്തിട്ടില്ല. നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ചാർട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. മിക്ക ആളുകളും മിസ് ചെയ്യുന്ന ഒരു വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ ക്ലൗഡ് കോവർക്ക് ലീഗലും സെയിൽസും മാർക്കറ്റിംഗ് മാത്രമല്ല ഓട്ടോമേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അത് മാത്രമല്ല നമ്മളെ ഇന്ത്യൻ IT കമ്പനീസ് ബാധിക്കുന്നത്. കാരണം നമ്മളത് മാത്രമല്ലല്ലോ, ബിസിനസ് പ്രോസസ് ഔട്ട്സോഴ്സിങ് മാത്രമല്ലല്ലോ, കോഡിങ് ചെയ്യുന്നുണ്ട്, സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ഉണ്ട്, അപ്ലിക്കേഷൻ മെയിൻ്റനൻസ് ഉണ്ട്, ടെസ്റ്റിംഗ് ഉണ്ട്, QA അല്ലെങ്കിൽ ERP ഇംപ്ലിമെൻറ്റേഷൻ, മൈഗ്രേഷൻ, ഇങ്ങനെ ഇന്ത്യൻ ITയുടെ ഒരുപാട് കോർ ബിസിനസ് ഏരിയകളുണ്ട്. TCSും ഇൻഫോസിസും ഒക്കെ വർക്ക് ചെയ്യുന്ന ലക്ഷക്കണക്കിന് എഞ്ചിനീയർമാർ ഡിപ്ലോയിഡ് ആയിട്ടുള്ള ഒരുപാട് വർഷങ്ങളെടുക്കുന്ന പ്രോജക്റ്റുകളൊക്കെ. ഇവിടെയാണ് ഫെബ്രുവരി 5 മറ്റൊരു റിലീസ് മാറ്റർ ചെയ്യുന്നത്. GPT 5.3 കോഡെക്സ് എന്ന് പറയുന്ന മോഡൽ. ഈ മോഡൽ സ്പെസിഫിക്കലി ഡിസൈൻ ചെയ്തിട്ടുള്ളത് കോഡ് എഴുതാൻ വേണ്ടിയിട്ടാണ്. OpenAI ഡെലിബറേറ്റ് ആയിട്ടാണ് കോഡിങ്ങിൽ AIയെ ബെസ്റ്റ് ആക്കിയത്. ഇതിന് ആക്ച്വലി ഒരു റീസൺ ഉണ്ട്. AI ബിൽഡ് ചെയ്യാൻ കോഡ് വേണം. AIക്ക് കോഡ് റൈറ്റ് ചെയ്യാൻ പഠിപ്പിച്ചു കഴിഞ്ഞാൽ AIയുടെ നെക്സ്റ്റ് വേർഷൻ ഇറ്റ്സെൽഫ് അതിനെ ബിൽഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അതിൻ്റെ സ്മാർട്ടർ വേർഷന് ബെറ്റർ കോഡ് എഴുതിയിട്ട് അതിന് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ അടുത്ത വേർഷൻ എന്ത് ചെയ്യാൻ പറ്റും? കംപ്ലീറ്റ്ലി ഓട്ടോണമസ് ആയിട്ടുള്ള അതിൻ്റെ അടുത്ത വേർഷനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഇംപ്ലിക്കേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കോഡിംഗ് മോഡലുകൾ തൗസൻഡ്സ് ഓഫ് ആൾക്കാരെ വെച്ചിട്ട് തൗസൻഡ്സ് ഓഫ് ലൈൻസ് ഓഫ് കോഡൊക്കെ എഴുതുന്ന ആ ബിസിനസ് മോഡൽ ഉണ്ടല്ലോ, കോംപ്ലക്സ് ആയിട്ടുള്ള പ്രൊജക്റ്റുകളൊക്കെ, ഇതൊക്കെ ഒരു വർഷം കൊണ്ട് ചെയ്യേണ്ടി വരുന്ന വർക്കൊക്കെ ഏതാനും മണിക്കൂറുകൾ കൊണ്ടോ മറ്റോ ചെയ്യാൻ കഴിയുന്ന രീതിയിലേക്ക് നമ്മുടെ ഇൻഡസ്ട്രി ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. AI സ്വന്തമായിട്ട് കോഡ് എഴുതാൻ തുടങ്ങുന്നതിലൂടെ ഈ ബിസിനസ് മോഡലിനെ തന്നെ, ഇന്ത്യൻ ITയുടെ ബിസിനസ് മോഡലിനെ തന്നെ ബാധിക്കുന്നുണ്ട്. ഇത് പറഞ്ഞു വരുമ്പോൾ നമ്മൾ ഇന്ത്യൻ ITയുടെ സ്റ്റോറി പോലെയാണ് പറഞ്ഞത് എന്നുണ്ടെങ്കിലും ഇത് ഇന്ത്യയുടെ മാത്രം കാര്യമല്ല കേട്ടോ. ഗ്ലോബലി തന്നെ സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷ് സ്പെസിഫിക് ആയിട്ട് IT സ്റ്റോക്കുകളിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫെബ്രുവരി 10 ആയപ്പോഴേക്ക് ശരിക്കും ആ ഫിയർ മറ്റൊരു സെക്ടറിൽ കൂടെ കയറിയിട്ടുണ്ട്, ഫിനാൻസ് സെക്ടറിലേക്ക്. ആൾട്രൂയിസ്റ്റ് എന്നുള്ള ഒരു സ്റ്റാർട്ടപ്പ് AI ടാക്സ് പ്ലാനിങ് ടൂൾ ലോഞ്ച് ചെയ്തു.
വെൽത്ത് അഡ്വൈസേഴ്സ് സാധാരണഗതിയിൽ മണിക്കൂറുകൾ എടുത്തിട്ട് ചെയ്യുന്ന വർക്കുകളാണ് ഇതിപ്പോൾ മിനിറ്റുകൾക്കകത്ത് ചെയ്യുന്നത്. അപ്പോൾ ഫിനാൻഷ്യൽ സ്റ്റോക്കുകൾ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ അഡ്വൈസ് കൊടുക്കുന്ന ഫേമുകളുടെ സ്റ്റോക്കുകൾ ഇതുപോലെ 8-10% ഒക്കെ വീണ്ടും വീണു. ഇവിടെ നിങ്ങളൊരു പാറ്റേൺ നോട്ടീസ് ചെയ്തോ? ആദ്യം ലീഗൽ ടെക്കിൽ വന്നു, പിന്നീട് സോഫ്റ്റ്വെയറിൽ വന്നു, ഇപ്പോൾ IT സർവീസുകളിലേക്ക് പോകുന്നു, ഫിനാൻസിലേക്ക് വന്നു. അപ്പോൾ AI ഓരോ ഇൻഡസ്ട്രിയിലേക്ക് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഫെബ്രുവരി 5 കഥ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ആ കഥ പൂർണ്ണമായിട്ടില്ല. അതേ ദിവസം ആന്ത്രോപ്പിക്കും അവരുടെ ലേറ്റസ്റ്റ് മോഡലായിട്ടുള്ള ക്ലോഡ് ഓപ്പസ് 4.6 ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ആക്ച്വലി ഒരു ലൈൻ ക്രോസ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ആ ലൈനിനെ കുറിച്ചാണ് നമ്മൾ ഇനി അടുത്തതായിട്ട് മനസ്സിലാക്കേണ്ടത്. ഇത് ഞാൻ സ്പെസിഫിക് ആയിട്ട് പറയാനൊരു റീസൺ ഉണ്ട്. ഞാൻ ട്വിറ്ററിൽ ഒരു ബ്ലോഗ് വായിക്കുകയുണ്ടായി. മാറ്റ് ഷൂമർ എന്ന പേരുള്ള ഒരു വ്യക്തി. അദ്ദേഹം തന്നെ ബ്ലോഗിൽ പറയുന്നത് 6 വർഷമായിട്ട് AI സ്റ്റാർട്ടപ്പുകൾ ബിൽഡ് ചെയ്യുന്ന ഒരു ഫൗണ്ടറാണ്. അദ്ദേഹം ഒരു ലോങ് ബ്ലോഗ് പോസ്റ്റാണ് ആക്ച്വലി എഴുതിയത്. അത് ടെക് ആ മേഖലയിലുള്ള ആൾക്കാർക്കൊന്നും വേണ്ടിയിട്ടല്ല. അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഫാമിലി ഫ്രണ്ട്സൊക്കെ മനസ്സിലാക്കണം എന്താണ് AI, എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളതിന് അദ്ദേഹത്തിൻ്റെ ഒരു ഹോണസ്റ്റ് ആൻസർ എന്നുള്ള രീതിയിലാണ്. ഇപ്പോൾ ട്വിറ്ററൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, ഒരു പോസ്റ്റ് 80 മില്യൺ ആളുകൾ, 80 മില്യണിലധികം ആളുകൾ, അതായത് അത്രയും വേഗതയിൽ 2 ദിവസത്തിനകം വായിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് സംതിങ് വെരി വൈറലാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹം ഫെബ്രുവരി 5 റിലീസ് ചെയ്തിട്ടുള്ള മോഡലുകളിൽ വർക്ക് ചെയ്തിട്ടുള്ള അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് പറയുകയാണ്. അദ്ദേഹം പ്ലെയിൻ ഇംഗ്ലീഷിൽ അദ്ദേഹത്തിൻ്റെ എന്താണ് റിക്വയർമെൻറ്റ് എന്നുള്ളത് ഡിസ്ക്രൈബ് ചെയ്തു. ഇത്ര ഫീച്ചേഴ്സുള്ള സംഭവങ്ങളൊക്കെ വേണമെന്ന് പറഞ്ഞു. യൂസർ ഫ്ലോ കാര്യങ്ങൾ അതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തു, ഇംഗ്ലീഷിൽ എക്സ്പ്ലെയിൻ ചെയ്തു പോയി. കമ്പ്യൂട്ടറിൻ്റെ മുന്നിൽ അദ്ദേഹം എണീറ്റ് പോയി. 4 മണിക്കൂർ കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ കംപ്ലീറ്റ് വർക്ക് ഡൺ ആയിട്ടുണ്ട്. റഫ് ഡ്രാഫ്റ്റ് അല്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ഇനി അദ്ദേഹം കയറിയിട്ട് ഫിക്സ് ചെയ്യേണ്ടതല്ല. സാധാരണഗതിയിൽ നമ്മൾ AI കൊണ്ട് എന്തെങ്കിലും വർക്ക് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ നെക്സ്റ്റ് ഇമ്പാക്റ്റ് എന്താണ്? നമ്മൾ ഒരുപാട് ഇരുന്നിട്ട് ഐട്രേറ്റ് ചെയ്യേണ്ടി വരും, കറക്റ്റ് ചെയ്യേണ്ടി വരും, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. ഇത് അതൊന്നുമില്ല. അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ AI കംപ്ലീറ്റ് ആ വർക്ക് ചെയ്ത്, ആ വർക്ക് ടെസ്റ്റ് ചെയ്ത്, ഇവൻ ഒരു ആപ്പ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞല്ലോ, അപ്പോൾ ആപ്പിനകത്തുള്ള ബട്ടൺസും കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്തിട്ട് നൗ ട്രൈ ഇറ്റ് ഔട്ട് എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിൻ്റെ മുൻപിലേക്ക് അത് ഡെലിവർ ചെയ്തു എന്നുള്ളതിനെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. ഇതിൻ്റെ അവലോകനമായിട്ട് അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇതൊരു ടൂൾ ബിഹേവിയർ അല്ല. ടൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ നമ്മൾ വീണ്ടും ഐട്രേറ്റ് ചെയ്യാൻ ഉണ്ടാകും എന്നുള്ളൊരവസ്ഥയുണ്ടല്ലോ. പക്ഷേ ബിൽഡ് ചെയ്യുക, ടെസ്റ്റ് ചെയ്യുക, പ്രോബ്ലംസ് ഐഡൻറ്റിഫൈ ചെയ്യുക, അത് ഫിക്സ് ചെയ്യുക, ക്വാളിറ്റിയിൽ സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ വീണ്ടും ഐട്രേറ്റ് ചെയ്യുക, ഇതൊക്കെ നോർമലി ഒരു എംപ്ലോയി ബിഹേവിയറിലേക്ക് വന്നു. അപ്പോൾ ഈ മോഡൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ ടെക്നിക്കലി അക്യുറേറ്റ് ആവുക മാത്രമല്ല, ഇപ്പോൾ നമ്മൾ പറയുന്നൊരു കാര്യമുണ്ടല്ലോ, ചില കാര്യങ്ങളിലൊക്കെ ടേസ്റ്റ് എന്ന് പറയും, അതായത് മനുഷ്യൻ്റെ പ്രത്യേകതയായിട്ട് പറയുന്ന കാര്യമാണ്. എന്ത് നല്ലത് എന്ന് പറയണം, അല്ലെങ്കിൽ അത് ഡിസൈഡ് ചെയ്യാൻ കഴിയുന്ന ഒരു ഹ്യൂമൻ എബിലിറ്റി ഉണ്ടല്ലോ. ഇത് AIക്ക് ഒരിക്കലും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ AIക്ക് നിലവിലില്ല എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അദ്ദേഹം പറയുന്നത് നിലവിൽ ഇപ്പോൾ റിലീസായിട്ടുള്ള മോഡലുകൾ, ഇപ്പോൾ റിലീസായിട്ടുള്ള, ഞാൻ മനസ്സിലാക്കുന്നത് ക്ലോഡിൻ്റെ ഓപ്പസ് 4.6 ആണെന്ന് നിലവിൽ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ജനറൽ പർപ്പസ് AI. അപ്പോൾ AIക്ക് ശരിക്കും ഇങ്ങനെ ഇത് സിമുലേറ്റ് ചെയ്യാണോ, ടേസ്റ്റ് ഉണ്ട് എന്നുള്ള ഫീല് നമുക്ക് നൽകുകയാണോ എന്നൊക്കെ ഉള്ള ഒരു ഫിലോസഫിക്കൽ ഡിബേറ്റ് ഉണ്ടാവുമല്ലോ. AI റിയൽ ആണോ, റിയൽ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ സിമുലേഷൻ? ആ ആർഗ്യുമെൻറ്റ് ശരിക്കും എക്കണോമിക്കലി റെലവൻ്റ് അല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഔട്ട്പുട്ട് സെയിം ആണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ എക്കണോമിക് ഇമ്പാക്റ്റ് സെയിം ആണ്. കാരണം ഓഫീസിലിരിക്കുന്ന ഒരു എംപ്ലോയി ചെയ്യുന്ന വർക്കും ഇത് തന്നെയാണ് എന്നുണ്ടെങ്കിൽ വി ഡോണ്ട് കെയർ അത് ഹ്യൂമൻ ആണോ AI ആണോ എന്നുള്ള കാര്യത്തിൽ. അപ്പോൾ ഫെബ്രുവരി 5 ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സ്റ്റോറി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, AI ക്യാൻ ഡു വാട്ട് എവർ ഹ്യൂമൻസ് ക്യാൻ ഡു എന്നുള്ള സ്റ്റേജിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇതിൻ്റെ കൂടെ നമ്മൾ ചേർത്ത് വായിക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. OpenAI GPT 5.3 കോഡെക്സ് റിലീസ് ചെയ്തപ്പോൾ ഒരു ടെക്നിക്കൽ ഡോക്യുമെൻറ്റേഷൻ പബ്ലിഷ് ചെയ്തിരുന്നു. അതിലൊരു സെൻറ്റൻസ് ഉണ്ട് ആക്ച്വലി, എനിക്കൊന്ന് വലിയ ശതമാനം മീഡിയകളും ലാർജ്ലി മിസ് ചെയ്തിട്ടുള്ള ഒരു സെൻറ്റൻസ് ആണ്. അവർ പറഞ്ഞിട്ടുള്ള സെൻറ്റൻസ് എക്സാക്ട്ലി ഇങ്ങനെയാണ്: GPT 5.3 കോഡെക്സ് ഈസ് അവർ ഫസ്റ്റ് മോഡൽ ദാറ്റ് വാസ് ഇൻസ്ട്രുമെൻ്റൽ ഇൻ ക്രിയേറ്റിംഗ് ഇറ്റ് സെൽഫ്. ഇതൊരു സയൻസ് ഫിക്ഷൻ മൂവിയിലെ ഡയലോഗൊന്നുമല്ല. നിങ്ങളിത് ഒന്നുകൂടെ ഒന്ന് പ്രോസസ്സ് ചെയ്ത് നോക്കി. OpenAI അവരുടെ ഒഫീഷ്യൽ ഡോക്യുമെൻറ്റേഷനിലുള്ള ഒരു സെൻറ്റൻസ് ആണ്. അത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇതൊരു പ്രഡിക്ഷൻ ഒന്നുമല്ല, നാളെ മറ്റന്നാളെ വരാൻ പോകുന്ന കാര്യമൊന്നുമല്ല, ആൾറെഡി സംഭവിച്ചു കഴിഞ്ഞു. ഇതിന് മീനിങ് സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, AI ബെറ്റർ ആക്കണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? കോഡ് വേണം, ഒരുപാട് കോഡ് വേണം, റിസർച്ച് വേണം, മാസീവ് എമൗണ്ട് ഓഫ് ഇൻ്റലിജൻറ്റ് വർക്കാണ് ഇതിനൊക്കെ വേണ്ടത്. ഇതുവരെ ഇത് ചെയ്തത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, AIക്ക് വേണ്ടി കോഡ് എഴുതുന്നത്, അങ്ങനെ പറയുന്നുണ്ടല്ലോ, നമ്മൾ മനുഷ്യന്മാർ, അത് ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് എഞ്ചിനീയേഴ്സാണ്, ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് AI റിസർച്ചേഴ്സാണ് ആ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ എന്താണ് അവസ്ഥ? AI ഇറ്റ് സെൽഫ് ആ പണി ചെയ്യാൻ തുടങ്ങി. അപ്പോൾ വേർഷൻ 1 അതിനെ 100% മനുഷ്യന്മാർ ബിൽഡ് ചെയ്യുന്നു. വേർഷൻ 2 ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് AI കോൺട്രിബ്യൂട്ട് ചെയ്യാൻ തുടങ്ങി, അല്ലെങ്കിൽ AI അസിസ്റ്റ് ചെയ്യാൻ തുടങ്ങി. വേർഷൻ 2 കുറച്ചും കൂടെ സ്മാർട്ടറാണ്. വേർഷൻ 2 യൂസ് ചെയ്ത് വേർഷൻ 3 ബിൽഡ് ചെയ്യും. അപ്പോൾ വേർഷൻ 3 കുറച്ചും കൂടെ ഫാസ്റ്റർ ആവും, കുറച്ചും കൂടെ സ്മാർട്ടർ ആവും. വേർഷൻ 4, 5 ഇങ്ങനെ ഓരോ ജനറേഷൻ അതിന് മുൻപത്തെ ജനറേഷനേക്കാൾ സ്മാർട്ടാണ്, ഫാസ്റ്ററാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നോർമലി ഒരു ടിപ്പിക്കൽ നമ്മുടെ മെൻറ്റാലിറ്റിയിൽ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നതിൻ്റെ ഒരു വേഗത ഉണ്ടാവുമല്ലോ.
ആ ടൈം ഫ്രെയിം കംപ്ലീറ്റ്ലി ഡിസ്ട്രോയിഡ് ആവുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ദാരിയ അമോദയില്ലേ, AI സേഫ്റ്റിയുടെ കാര്യത്തിൽ ലോകത്തിൽ ഏറ്റവും കോഷ്യസ് ആയിട്ടുള്ള ലീഡറായിട്ടാണ് അദ്ദേഹം ഗണിക്കപ്പെടുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്നത് AI ഈസ് നൗ റൈറ്റിംഗ് മച്ച് ഓഫ് ദ കോഡ് അറ്റ് ആന്ത്രോപിക് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് ആന്ത്രോപിക്കിൽ ലോകത്തിലെ ബെസ്റ്റ് AI റിസർച്ചേഴ്സ് ഉണ്ട്, പക്ഷേ നിലവിൽ AI ആണ് അവിടുത്തെ കോഡൊക്കെ എഴുതുന്നത് എന്നാണ്. അപ്പോൾ നമ്മുടെ നോർമലി നാട്ടിലുള്ള IT എഞ്ചിനീയേഴ്സൊക്കെ എൻ്റെ വീഡിയോൻ്റെ താഴെയൊക്കെ വന്ന് കമൻറ്റ് ചെയ്യാറുണ്ട്. എന്താണെന്ന് വെച്ചാൽ AIക്ക് ഇപ്പോഴും ഒരു ജൂനിയർ ലെവൽ ടാസ്കുകൾ മാത്രമേ ചെയ്യാൻ പറ്റൂ, സീനിയർ ലെവൽ ടാസ്കുകളിലേക്കൊന്നും ആയിട്ടില്ല. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് അബൌട്ട് കോഡിങ്, വലിയ വലിയ സംഭവമാണ്, അവർ ചെയ്യുന്ന ജോലി അടിപൊളിയാണ് എന്നുള്ളതാണ്. നമ്മൾ അതിനൊന്നും ചോദ്യം ചെയ്യുന്നില്ല. പക്ഷേ ലോകത്തിലെ വൺ ഓഫ് ദ മോസ്റ്റ് വാല്യൂഡ് സ്റ്റാർട്ടപ്പുകൾ, AI കമ്പനികൾ, അവരിൽ തന്നെ വർക്ക് ചെയ്യുന്ന ലോകത്തിലെ ഏറ്റവും ടോപ്പ് AI എഞ്ചിനീയേഴ്സ് ഉണ്ടല്ലോ, അവർ പോലും ഇപ്പോൾ കോഡ് എഴുതുന്നില്ല, അല്ലെങ്കിൽ അത് AI ആണ് ചെയ്യുന്നത് എന്നുള്ളതിലേക്ക് വരുന്നു. AI തന്നെ AIയെ സ്വയം നിർമ്മിക്കാൻ തുടങ്ങി എന്നുള്ള സ്റ്റേജിലേക്ക് വരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞതിൻ്റെ ഏറ്റവും പ്രധാന പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു 10 കൊല്ലമോ 20 കൊല്ലമോ കഴിഞ്ഞ് വരും എന്ന് പറയുന്ന പല കാര്യങ്ങളും ഒരു പക്ഷേ 1-2 വർഷത്തിനകത്ത് മാത്രം ദൂരത്തിലായിരിക്കും എന്നുള്ള രീതിയിലേക്ക് പറയുന്നുണ്ട്. റിസർച്ചേഴ്സ് ഇതിനെ വിളിക്കുന്നത് ഇൻ്റലിജൻസ് എക്സ്പ്ലോഷൻ എന്നുള്ളതാണ്. ഇതിനെ കുറച്ചും കൂടി നമുക്ക് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ന്യൂക്ലിയർ ഫിഷൻ എന്നുള്ള കൺസെപ്റ്റ് ഓർക്കുന്നുണ്ടെങ്കിൽ ഈസി ആയിരിക്കും. ഒരു ആറ്റം സ്പ്ലിറ്റ് ആയാൽ അത് എനർജി റിലീസ് ചെയ്യും, ആ എനർജി നെക്സ്റ്റ് ആറ്റം സ്പ്ലിറ്റ് ചെയ്യും, അത് അതിൻ്റെ അടുത്തതിനെ സ്പ്ലിറ്റ് ചെയ്യും. അങ്ങനെ ഒരു ചെയിൻ റിയാക്ഷൻ സെറ്റ് ചെയ്തതിനെ കുറിച്ച് അറിയില്ല. അത് സെൽഫ് സസ്റ്റെയിൻ ചെയ്യും, അൺസ്റ്റോപ്പബിൾ ആയിരിക്കും എന്നൊക്കെയുള്ള അവസ്ഥ. ഇതൊരു ബോംബിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് ന്യൂക്ലിയർ എക്സ്പ്ലോഷൻ ക്രിയേറ്റ് ചെയ്യും. പക്ഷേ ഇത് കൺട്രോൾഡ് ആണെന്നുണ്ടെങ്കിൽ എന്തുണ്ടാവും, അത് ന്യൂക്ലിയർ പവർ പ്ലാന്റ് പോലെയുള്ള നമ്മുടെ ഗുണപരമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇതേ സിറ്റുവേഷൻ നമ്മൾ AIയുടെ കാര്യത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിലവിലുള്ള AI അടുത്ത AIയെ ബിൽഡ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുന്നു. നെക്സ്റ്റ് AI കുറച്ചും കൂടെ സ്മാർട്ടർ ആയിരിക്കും. അപ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി അടുത്തതിനെ കുറച്ചും കൂടെ വേഗതയിൽ നിർമ്മിക്കാൻ സഹായിക്കും. ഇത് ആക്ച്വലി ഒരു ചെയിൻ റിയാക്ഷനെ സെറ്റ് ഓഫ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഔട്ട്പുട്ടായിട്ട് വരേണ്ടത് ബോംബ് എക്സ്പ്ലോഷൻ ആണോ അല്ലെങ്കിൽ പവർ പ്ലാന്റ് ആണോ എന്നുള്ള ചോദ്യം, അതാണ് ആക്ച്വലി ഇന്നത്തെ AI റിസർച്ചേഴ്സ് ഉറക്കമൊഴിച്ച് അല്ലെങ്കിൽ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. AIയുടെ അലൈൻമെൻറ്റ് പ്രോബ്ലം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ മുൻപ് ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ചെയിൻ റിയാക്ഷൻ ആക്ച്വലി സ്റ്റാർട്ടായി എന്നുള്ളതാണ് ശരിക്കും AI അനൗൺസ് ചെയ്തിട്ടുള്ള ഫാക്റ്റ്. അപ്പോൾ ഈ സ്റ്റോറീസും സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ നിങ്ങൾക്ക് കൺവിൻസിങ് ആയിട്ടുണ്ടോ എന്നറിയില്ല. പക്ഷേ നിങ്ങൾക്ക് കുറച്ചും കൂടെ ധാരണ നൽകാൻ വേണ്ടിയിട്ട് കുറച്ച് നമ്പേഴ്സ് കൂടി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. METR എന്നുള്ള ഒരു ഇൻഡിപെൻഡൻറ്റ് റിസർച്ച് ഓർഗനൈസേഷൻ ഉണ്ട്. ഇവർ വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു മെട്രിക്സ് ആണ് ട്രാക്ക് ചെയ്യുന്നത്. ഒരു ഹ്യൂമൻ എക്സ്പേർട്ടിൻ്റെ അസിസ്റ്റൻസ് കൂടാതെ AIക്ക് ഇൻഡിപെൻഡൻ്റ്ലി എന്തെങ്കിലും റിയൽ വേൾഡിലെ ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് എത്ര വലിയ ടാസ്ക്, എത്ര ടൈം എടുത്ത് ഒരു ഹ്യൂമൻ ചെയ്യുന്ന ടാസ്ക്കാണോ AI ഒറ്റയ്ക്ക് ചെയ്യുന്നത് എന്ന് മെഷർ ചെയ്യുന്ന ടീമാണ്. അപ്പോൾ ഇവരുടെ മെഷർമെൻറ്റ് വർക്ക് ചെയ്തത് കഴിഞ്ഞ ഒരു 6-7 കൊല്ലമായിട്ട് അവരിത് മാപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ 2019-20 സമയത്തൊക്കെ ഒരു മനുഷ്യൻ്റെ ഹെൽപ്പ് ഇല്ലാതെ വെറും 30 സെക്കൻഡ് വരെ നീളമുള്ള ടാസ്കുകൾ മാത്രമേ അതിന് സ്വയം ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. വളരെ റിമാർക്കബിളി ഷോർട്ടായിട്ടുള്ള പീരീഡാണ്. 2024 ആ ഒരു പീരീഡൊക്കെ എത്തിയപ്പോഴേക്കും ഒരു മനുഷ്യന് 10 മിനിറ്റ് വെച്ച് എടുക്കാൻ കഴിയുന്ന ജോബ് ഉണ്ടാവുമല്ലോ, അതൊക്കെ AIക്ക് സ്വയം ചെയ്യാൻ കഴിയും. 2025 പകുതി ആയപ്പോൾ അത് ഏകദേശം 1 മണിക്കൂറൊക്കെ ഒരു മനുഷ്യൻ ചെയ്യുന്ന ജോബ് AIക്ക് റിയൽ വേൾഡിലെ ടാസ്കുകളുടെ കാര്യത്തിലാണ് പറയുന്നത്, അതൊക്കെ ചെയ്യാൻ കഴിയും. ക്ലോഡ് ഓപ്പസ് 4.5, അതായത് നിലവിലെ ക്ലോഡിൻ്റെ തൊട്ട് മുൻപത്തെ വേർഷൻ, ഇതിൽ ഏകദേശം 5 മണിക്കൂർ വരെ നീളമുള്ള ടാസ്കുകൾ, മനുഷ്യൻ ചെയ്യുന്ന ടാസ്കുകൾ AIക്ക് സ്വയം ചെയ്യാൻ കഴിയുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. പക്ഷേ ഈ ട്രെൻഡുകൾ ഇങ്ങനെ എക്സ്റ്റെൻഡ് ആകുമ്പോൾ മുന്നോട്ട് പോകുന്ന സമയത്ത് ഈ ട്രെൻഡ് ഇതുപോലെ തന്നെ എക്സ്പാൻഡ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് 5 മണിക്കൂറിൻ്റെ ഒരു ഹ്യൂമൻ ബീയിങ് ചെയ്യുന്ന വർക്ക് AIക്ക് ചെയ്യാൻ കഴിയുമെന്നുണ്ടെങ്കിൽ നിലവിൽ കഴിഞ്ഞ ഒരു 6-7 കൊല്ലത്തെ ഡാറ്റ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഡബ്ലിങ് എവരി 4 to 6 മന്ത്സിലാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 2026 എൻഡ് ആകുമ്പോഴേക്കും ഏകദേശം 10 മണിക്കൂർ ഒരു ഹ്യൂമൻ ബീയിങ് ചെയ്യുന്ന ഏകദേശം ഒരു ഫുൾ ഡേ വർക്കൊക്കെ AIക്ക് ജസ്റ്റ് ഒറ്റ ഇൻസ്ട്രക്ഷനിൽ സ്വയം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. 2027 പകുതി ആകുമ്പോഴേക്കും അത് മൾട്ടിപ്പിൾ ഡേയ്സിലെ വർക്കായിട്ട് വരും. 2027 എൻഡ് ആകുമ്പോൾ ഏകദേശം ഒരാഴ്ചയുടെ വർക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യാൻ പറ്റും. 2028 ആകുമ്പോഴേക്കും എന്താവും, ഒരു മാസത്തെ വർക്ക് AIക്ക് ഒറ്റ ഇൻസ്ട്രക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ചെയ്യാൻ കഴിയുന്ന ഒരവസ്ഥയിലേക്ക് വരും. ഈ ഒരു METRൻ്റെ റിസർച്ച് ഡാറ്റയും മറ്റുമൊക്കെ മാറ്റ് ഷൂമർ അദ്ദേഹത്തിൻ്റെ ബ്ലോഗിൽ പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഫെബ്രുവരി 5 വന്നിട്ടുള്ള മോഡൽ ഉണ്ടല്ലോ, അപ്പോൾ ഓപ്പസ് 4.6 അല്ലെങ്കിൽ ChatGPTയുടെ 5.3 ഒക്കെ, ഇതൊന്നും ഇതിൽ ആക്ച്വലി ഇൻക്ലൂഡഡ് അല്ല. കാരണം METR അത് വെച്ചിട്ടുള്ള പുതിയ മെഷർമെൻറ്റുകൾ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. ഒരു പക്ഷേ ഒരു സിഗ്നിഫിക്കൻറ്റ് ജമ്പ് നമുക്ക് എക്സ്പെക്റ്റഡ് ആവാം. അതായത് ഈ ഡബ്ലിംഗ് ഒക്കെ നടക്കുന്നത് ചിലപ്പോൾ 3 മാസത്തിലേക്ക് താഴെ ആവാം എന്നും ഈ മേഖലയിലുള്ള റിസർച്ചേഴ്സ് പറയുന്നുണ്ട്. അപ്പോൾ ഈ ട്രെൻഡ് ഇങ്ങനെ മുൻപോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആക്ച്വലി മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, മുൻപ് നമ്മൾ ChatGPTയുടെ IQ ഇത്രയാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അത് ആക്ച്വൽ മെഷർമെൻ്റ് ഒന്നും ആയിരുന്നില്ല. പക്ഷേ
ശരിക്ക് ആ സ്കോറിംഗ് സിസ്റ്റം അല്ല ഇവിടെ വേണ്ടത്. പകരം ഇത് ചെയ്യുന്നത് റിയൽ വേൾഡിൽ ഹ്യൂമൻ ബീയിങ് ചെയ്യുന്ന, മനുഷ്യർക്ക് ശമ്പളം കിട്ടിക്കൊണ്ടിരിക്കുന്ന, വരുമാനം കിട്ടിക്കൊണ്ടിരിക്കുന്ന ടാസ്ക് AI ഇൻഡിപെൻഡൻ്റ്ലി തുടക്കം മുതൽ അവസാനം വരെ ഒരു മനുഷ്യൻ്റെ ഹെൽപ്പ് ഇല്ലാതെ ചെയ്യുന്ന വർക്കാണ് ഇതിൽ മെഷർമെൻ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഒരു ഫുൾ ദിവസത്തെ ടാസ്ക് ഇൻഡിപെൻഡൻ്റ്ലി AIക്ക് ചെയ്യാൻ കഴിയുമ്പോൾ അത് ടൂൾ എന്നുള്ള സ്റ്റേജിൽ നിന്ന് മാറി അത് ശരിക്കും ഒരു ഹ്യൂമൻ ബീയിങ് ഓൺ എ ടാസ്ക് എന്നുള്ള സിറ്റുവേഷനാണ്. അപ്പോൾ ഒരാഴ്ചയുടെ ടാസ്ക് ചെയ്യുന്ന സമയത്തോ അത് ഒരു പേഴ്സൺ ഒരു പ്രൊജക്റ്റിൽ വർക്ക് ചെയ്യുന്നതിന് സമാനമായിട്ടുള്ള ഇമ്പാക്റ്റാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയിലൊക്കെ നമ്മൾ കൂട്ടി വായിക്കേണ്ടുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ 2026 മാത്രം AI ലാബുകൾ കളക്റ്റീവ്ലി $500 ബില്യൺ ഇൻഫ്രാസ്ട്രക്ചറിൽ സ്പെൻഡ് ചെയ്യുന്നത്. കഴിഞ്ഞ വർഷം അവർ സ്പെൻഡ് ചെയ്യുന്നതിനെക്കുറിച്ച് നമ്മൾ ഡാറ്റ പറഞ്ഞിട്ടുണ്ടായിരുന്നു. AI ഡാറ്റാ സെൻറ്ററുകൾ സ്പേസിൽ ക്രിയേറ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് ചർച്ച നടക്കുന്നുണ്ട്. ഇലോൺ മസ്ക് അദ്ദേഹത്തിൻ്റെ XAIയും SpaceXും കൂടെ മിക്സ് ചെയ്തിട്ട് AI ഡാറ്റാ സെൻറ്ററുകൾ കൊണ്ടുവരുന്നതിനെക്കുറിച്ചുള്ള ചർച്ച നടക്കുന്നു. അപ്പോൾ ഇവരൊക്കെ സ്പെൻഡ് ചെയ്യുന്നത് അധിക കമ്പനികളുടെയും GDP-നേക്കാൾ എത്രയോ വലിയ എമൗണ്ടാണ്. ഈ പൈസയൊക്കെ കമ്മിറ്റ് ചെയ്യുന്ന ആൾക്കാർ അത്ര പൊട്ടന്മാരൊന്നുമല്ല. അപ്പോൾ AI നമ്മൾ ഹൈപ്പാണോ മറ്റോ ആ രീതിയിൽ ഒരുപാട് ഡിസ്കഷനൊക്കെ നടക്കുന്നുണ്ടല്ലോ. പക്ഷേ നമ്മൾ റിയൽ വേൾഡിൽ അതിൻ്റെ ഇമ്പാക്റ്റിനെ കുറിച്ച് ചിന്തിക്കുക. ഇപ്പോൾ ഹെഡ്ജ് ഫണ്ടുകളുടെ കാര്യം തന്നെ ഒന്ന് എടുത്ത് നോക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, $24 ബില്യൺ ബെറ്റാണ് അവർ സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രിക്കെതിരെ ബെറ്റ് ചെയ്തത്. അപ്പോൾ ശരിക്ക് ഇവർ ഈ വലിയ രീതിയിൽ ഫണ്ട് മൂവ് ചെയ്യുന്ന കമ്പനികൾ, നമ്മൾ അവരെയൊക്കെ വിളിക്കാറുള്ളത് എന്താ വെച്ചാൽ റൂത്ത്ലെസ് ആയിട്ട് ക്യാപിറ്റൽ അലോക്കേറ്റ് ചെയ്യുന്ന കമ്പനികളാണ്. അപ്പോൾ ഇവർ ഇത്രയും ഫാസ്റ്റായിട്ട് ഒരേ ഡയറക്ഷനിൽ മൂവ് ചെയ്യുമ്പോൾ നമ്മളിപ്പോഴും ഡിബേറ്റ് ചെയ്യുന്നത് AIക്ക് അത് ചെയ്യാൻ കഴിയില്ല, ഇത് ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ്. ബട്ട് ദെൻ നമ്മളതിൻ്റെ ആക്ച്വൽ അൺകംഫർട്ടബിൾ ആയിട്ടുള്ള പാർട്ടിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ പാർട്ടാണ് നമ്മൾ ആക്ച്വലി ഇനി ഡിസ്കസ് ചെയ്യേണ്ടത്. ദാരിയ അമോദെ, നിങ്ങൾ അദ്ദേഹത്തെ മുൻപ് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം പബ്ലിക്കലി പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ട് മുൻപേ AI വിൽ എലിമിനേറ്റ് 50% ഓഫ് എൻട്രി ലെവൽ വൈറ്റ് കോളർ ജോബ്സ് ഇൻ വിത്തിൻ 1 to 5 years എന്നൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അത് ശരിക്കും അതിനേക്കാൾ വളരെ ഒഡാഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. ചില ആൾക്കാരൊക്കെ പറയുന്നത് അദ്ദേഹം വളരെ കൺസർവേറ്റീവാണ്, അതൊന്നുമല്ല സംഭവിക്കുക എന്നുള്ളതാണ്. കാരണം എന്താ വെച്ചാൽ ഇതിന് മുൻപുള്ള ഓട്ടോമേഷൻ വേവുകളുമായിട്ട് ഇത് ഫണ്ടമെൻ്റലി ഡിഫറെൻ്റ് ആണ്. ഫാക്ടറികൾ ഓട്ടോമേറ്റ് ആയപ്പോൾ നമുക്ക് ഫാക്ടറി വർക്കേഴ്സിന് ഓഫീസ് ജോബിലേക്കൊക്കെ മാറാൻ പറ്റി, അതിലേക്ക് റീട്രെയിൻ ചെയ്യാനൊക്കെ പറ്റി. അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് റീറ്റെയിൽ ഇൻഡസ്ട്രിയെ ഡിസ്റപ്റ്റ് ചെയ്തപ്പോൾ ലോജിസ്റ്റിക്സ് പോലെയുള്ള മറ്റനേകം മേഖലകൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ഇമ്പ്രൂവ്മെൻറ്റ് ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു. ഒരു ഡോർ അടയുന്ന സമയത്ത് മറ്റൊരു ഡോർ തുറക്കും എന്നുള്ള ഒരു സാഹചര്യം വന്നിട്ടുണ്ടായിരുന്നു. നമ്മളിപ്പോഴും ശുഭാപ്തി വിശ്വാസം ഉണ്ടാകുന്ന ഒരു ഏരിയ എന്താണെന്ന് വെച്ചാൽ AI വിൽ ക്രിയേറ്റ് മോർ ഓപ്പർച്യൂണിറ്റീസ് എന്നുള്ള ഒരു ചിന്തയുണ്ട്. പക്ഷേ എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്തിനൊക്കെയാണോ റീട്രെയിൻ ചെയ്തത് ആ കാര്യങ്ങളിലൊക്കെയും തന്നെ AI ബെറ്റർ ആവുന്ന ഒരു സിനാരിയോ ഉണ്ട്. അതായത് ഒരു ടാസ്കിൽ മാത്രമല്ല, എല്ലാ കോഗ്നിറ്റീവ് മേഖലകളിലും ഒരേപോലെ AI ശക്തി ആർജിക്കുന്നു എന്നുള്ള ഒരു പ്രത്യേകതയുണ്ട്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു ഗ്യാപ്പ് കണ്ടിട്ട് ആ ഗ്യാപ്പിലേക്ക് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം കുറഞ്ഞുകൊണ്ടിരിക്കുക. ഇതിനെക്കുറിച്ച് മാറ്റ് ഷൂമർ തന്നെ അദ്ദേഹത്തിൻ്റെ ബ്ലോഗിൽ പറയുന്നുണ്ട്. ലീഗൽ വർക്കുകളുടെ കാര്യം എടുത്ത് നോക്കുക. AI ക്യാൻ റീഡ് കോൺട്രാക്ട്സ്, ഡ്രാഫ്റ്റ് ചെയ്യാൻ പറ്റും, ബ്രീഫ് ചെയ്യാൻ പറ്റും, കേസ് സ്റ്റഡികൾ ചെയ്യാൻ പറ്റും. ഇതൊക്കെ ഒരു അസോസിയേറ്റ് ലെവലിലോ അല്ലെങ്കിൽ അതിൻ്റെ മുകളിലുള്ള ലെവലിലോ ഇപ്പം തന്നെ ചെയ്യാൻ കഴിയുന്ന സാഹചര്യം വന്നിട്ടുണ്ട്. ഇനി അതല്ല ഫൈനാൻഷ്യൽ അനാലിസിസുകളുടെ കാര്യം നോക്കുക, അതിന് സ്പെസിഫിക് ആയിട്ടുള്ള മോഡലുകളുണ്ട്. ഇനി അതല്ല നിലവിലുള്ള ജനറൽ പർപ്പസ് മോഡലുകളിൽ തന്നെ ഇതിൻ്റെ ഡാറ്റ അനലൈസ് ചെയ്യാൻ പറ്റും, ഇൻവെസ്റ്റ്മെൻറ്റ് മെമോകളൊക്കെ എഴുതാൻ പറ്റും. ഇനി അതല്ല സാധാ കണ്ടൻറ് ക്രിയേഷൻ്റെ കാര്യം നോക്കുക, എഴുതാൻ പറ്റും. ക്വാളിറ്റിയുള്ള ഔട്ട്പുട്ടുകൾ, റിസർച്ച് ഗ്രേഡ് ഔട്ട്പുട്ടുകൾ, അത് മനുഷ്യനാണോ AI ആണോ എഴുതിയതെന്ന് മനസ്സിലാവാത്ത രീതിയിൽ ഔട്ട്പുട്ടുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സോഫ്റ്റ്വെയർ എഞ്ചിനീയറിങ്ങിൻ്റെ കാര്യം നോക്കുക, ആയിരക്കണക്കിന് ലൈൻ കോഡ് ജസ്റ്റ് ഒരു ഇൻസ്ട്രക്ഷൻ്റെ കാര്യത്തിൽ എഴുതാൻ പറ്റും. അപ്പോൾ നമ്മൾ മനുഷ്യർ ദിവസങ്ങളെടുത്ത് ചെയ്തിരുന്ന പല ടാസ്കുകളും AIക്ക് നിമിഷ നേരം കൊണ്ട് ചെയ്യാൻ കഴിയുന്നു. ഇത് എല്ലാ ടാസ്കുകളിലും ഉണ്ട്. ഇപ്പോൾ മെഡിക്കൽ സയൻസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്കാനിങ് റിപ്പോർട്ടുകളോ ഡയഗ്നോസുകളോ ഇതൊക്കെ AIക്ക് കൈകാര്യം ചെയ്യാൻ കഴിയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. കഴിഞ്ഞ കുറച്ച് കാലങ്ങളിലുള്ള കഴിഞ്ഞൊരു 30-40 വർഷത്തെ മേജർ റെവല്യൂഷൻ എന്ന് പറയുന്നത് എല്ലാത്തിനെയും ഡിജിറ്റൈസ് ചെയ്യുക എന്നുണ്ടെങ്കിൽ AIക്ക് വേണ്ടുന്ന ഇന്ധനം അവിടെ റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ മിക്ക ജോലികളും, മിക്ക വൈറ്റ് കോളർ ജോബുകളും ഇന്നൊരു സ്ക്രീനിന് മുൻപിലിരിക്കുന്ന ജോബുകളാണ്. മിക്ക ജോബുകളുടെയും ഒരു ബേസിക് സ്വഭാവം എന്ന് പറയുന്നത് റീഡിങ്, റൈറ്റിംഗ്, അനലൈസിങ്, ഡിസൈഡിങ്, കമ്മ്യൂണിക്കേറ്റിംഗ് എന്നൊക്കെയുള്ള ഒരു സ്റ്റേജ് ആയിരിക്കും. ഇതൊക്കെ നമ്മളൊരു കീബോർഡോ മൗസോ ഒക്കെ വെച്ചിട്ട് ചെയ്യുന്ന പണികളാണ് അധികം വൈറ്റ് കോളർ ജോബുകളിലുണ്ടാവുക. AI ആക്ച്വലി എക്സാക്ട്ലി ഈ മേഖലയിലാണ് വരുന്നത്. ഇപ്പോൾ ഇന്ന് രാവിലെ ഞാനൊരു റിപ്പോർട്ട് വായിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഒന്ന് ക്ലോഡിൻ്റെ ചീഫ് AI സയൻറ്റിസ്റ്റ്, അദ്ദേഹം AIയുടെ പോക്ക് കൈവിട്ട രീതിയിലാണെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം രാജിവെച്ചു. മറ്റൊന്ന് മുസ്തഫ സുലൈമാൻ, അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ മുൻപ് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം 1 to 2 years, അതാണ് പല വൈറ്റ് കോളർ ജോബിനും കാണുന്ന ഒരു എൻഡ് പീരീഡ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു അനൗൺസ്മെൻറ്റ് ഇന്ന് രാവിലെ കാണുകയുണ്ടായി. അപ്പോൾ ശരിക്കും ഇവരൊക്കെ വളരെ വോക്കലായിട്ട് തന്നെ ഇവരെ ഇൻഡസ്ട്രിയിൽ എന്താണ് വരാൻ പോകുന്നത് എന്നുള്ളതിനെക്കുറിച്ച് പറയുന്നുണ്ട്. മേ ബി ഇറ്റ്സ് ലൈക്ക് അങ്ങനെ ഉണ്ടല്ലോ, ഞാൻ ഇത് നിങ്ങളോട് നേരത്തെ പറഞ്ഞതാണ്, അത് നിങ്ങൾ കേട്ടില്ലല്ലോ എന്നുള്ള രീതിയിൽ പറയാൻ വേണ്ടിയിട്ടായിരിക്കാം മേ ബി അവർ വാൺ ചെയ്യുന്നത്. ഇതിനെക്കുറിച്ച് ഒപ്റ്റിമിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ, അതായത് ഇതൊന്നും ചെയ്യാൻ പോകുന്നില്ല എന്ന് പറയുന്നത് മിക്കപ്പോഴും ഇതിനെക്കുറിച്ച് പൂർണ്ണ
പൂർണ്ണ ധാരണ ഇല്ലാത്ത ആൾക്കാരാണ്. അപ്പോൾ നമുക്കതിനെ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ശരിക്കും അമോദയുടെ ഒരു തോട്ട് എക്സ്പെരിമെൻ്റ് ഉണ്ട്, നേരത്തെ പറഞ്ഞ സിഒയുടെ. ഒരു പക്ഷേ ഈ വീഡിയോയിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടേക്ക് അവേ ചിലപ്പോൾ നിങ്ങൾക്ക് അതായിരിക്കാം. അദ്ദേഹം പറയാണ് 2027 നിങ്ങൾ ഇങ്ങനെ ഇമാജിൻ ചെയ്യുക, ഒരു പുതിയ കൺട്രി ലോകത്ത് അപ്പിയർ ചെയ്യുന്നു. അതിലൊരു 50 മില്യൺ സിറ്റിസൺസ് ഉണ്ട്. ഓരോ സിറ്റിസൺസും ചരിത്രത്തിൽ ഇതുവരെ ജീവിച്ചിട്ടുള്ള നോബൽ പ്രൈസ് വിന്നേഴ്സ് ഉണ്ടാവുമല്ലോ, ഇപ്പോൾ നമ്മൾ ഏറ്റവും ബുദ്ധിയുള്ള ആൾക്കാരെന്ന് കരുതുന്നത്. ലൈക്ക് ആ മനുഷ്യന്മാരുണ്ടല്ലോ, അവരെക്കാൾ സ്മാർട്ടർ ആയിട്ടുള്ള ആൾക്കാർ, സാധാ മനുഷ്യന്മാർ ചെയ്യുന്നതിൻ്റെ 10 ഇരട്ടിയോ 100 ഇരട്ടിയോ ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്യാനും തിങ്ക് ചെയ്യാനൊക്കെ കഴിയുന്ന ആൾക്കാർ. അവരൊരിക്കലും ഉറങ്ങുന്നില്ല, അവർ ഇൻ്റർനെറ്റ് യൂസ് ചെയ്യും, അവർ റോബോട്ടുകളെ കൺട്രോൾ ചെയ്യും, എക്സ്പെരിമെൻറ്റുകൾ നേരിട്ട് ചെയ്യും. ഇവരൊക്കെ ഡിജിറ്റൽ ഇൻ്റർഫേസ് ഉള്ള എന്തിനേയും ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു സിനാരിയോ ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ചുമ്മാ ഒരു രാജ്യത്തിൻ്റെ സെക്യൂരിറ്റി അഡ്വൈസറൊക്കെ ഉണ്ടല്ലോ, ഇപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ അജിത് ദോവലിനോട് തന്നെ ചോദിക്കുന്ന രീതിയിൽ സങ്കല്പിക്കുക. അദ്ദേഹം ഏറ്റവും വലിയ സെക്യൂരിറ്റി ത്രെറ്റ് എന്തായിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആക്ച്വലി ഈ രാജ്യമായിരിക്കും എല്ലാ ലോകത്തുള്ള രാജ്യങ്ങളുടെയും ഏറ്റവും വലിയ സെക്യൂരിറ്റി ത്രെട്ട്. അമോദെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആക്ച്വലി ഈ പറഞ്ഞ രാജ്യത്തെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ പൂർണ്ണമായിട്ടും സ്വന്തം നിയന്ത്രിക്കാൻ കഴിയുന്ന, മനുഷ്യരെക്കാൾ ഫാസ്റ്റായിട്ടുള്ള, മനുഷ്യരെക്കാൾ സ്മാർട്ടായിട്ടുള്ള ഒരു സ്പീഷീസിനെ നമ്മൾ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് മര്യാദയ്ക്കാണെങ്കിൽ നേരത്തെ പറഞ്ഞല്ലോ, ബോംബ് ഉണ്ടാവാം, അതല്ല എന്നുണ്ടെങ്കിൽ ഒരു കൺട്രോൾഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ന്യൂക്ലിയർ പവർ പ്ലാന്റ് ആയിട്ടൊക്കെ മാറ്റാമെന്ന് പറഞ്ഞില്ല. അപ്പോൾ പ്രോപ്പർ ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഗുണമുണ്ട്. ഗുണം എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ നമുക്ക് ക്യാൻസറിനെ സോൾവ് ചെയ്യാം, അൾഷൈമേഴ്സിനെ സോൾവ് ചെയ്യാം, പ്രായമാകുന്നത് സോൾവ് ചെയ്യാം, മരിക്കാതിരിക്കാനുള്ള വഴികൾ നോക്കാം, ഒരു പക്ഷേ അല്ലെങ്കിൽ മരണത്തെ ഒരു പരിധി വരേക്കും ചെറുത്ത് തോൽപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്താം, കുറച്ചും കൂടെ ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഗ്രോത്ത് മോഡലുകൾ കൊണ്ടുവരാം. ഇതൊക്കെ ഒരു പക്ഷേ നമ്മുടെ നിലവിലുള്ള ജീവിതകാലത്തിനകത്ത് തന്നെ ചെയ്യാൻ പറ്റും. പണ്ടൊക്കെ ഡെക്കേഡ്സ് എടുക്കുന്ന മെഡിക്കൽ റിസർച്ചൊക്കെ വളരെ കുറഞ്ഞ ടൈം പീരീഡിലേക്ക് കംപ്രസ് ചെയ്യാനൊക്കെ പറ്റും. ഇതിൻ്റെ ഡൗൺ സൈഡ് ആണെങ്കിലോ അവിടെയും ആക്ച്വലി അമോദെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇപ്പോൾ ആന്ത്രോപ്പിക് അവർ തന്നെ ഡോക്യുമെൻ്റ് ചെയ്തിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അവരുടെ തന്നെ AI ഡിസപ്ഷനിൽ അറ്റംപ്റ്റ് ചെയ്യുന്നത്, പറ്റിക്കാൻ നോക്കുന്നത്, മാനിപ്പുലേറ്റ് ചെയ്യാൻ നോക്കുന്നത്. അതുപോലെ തന്നെ അവർ കൺട്രോൾഡ് ടെസ്റ്റുകളിലാണ്, പക്ഷേ അവിടെ തന്നെ ബ്ലാക്ക് മെയിലിംഗ് ചെയ്യാൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർ ഓൾറെഡി അവരുടെ പബ്ലിഷ്ഡ് ഫൈൻഡിങ്സിൻ്റെ കാര്യത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ AI ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വേഴ്സ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ടെൻഡൻസി ഉള്ള ആൾക്കാരുണ്ടല്ലോ, അവരുടെ ആ എബിലിറ്റീസിനെയൊക്കെ അത് ഒരുപാട് എൻഹാൻസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ബയോളജിക്കൽ വെപ്പൺസ് ക്രിയേറ്റ് ചെയ്യാനോ നമ്മൾ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത തരത്തിൽ മറ്റുള്ളവർക്ക് ഹാംസ് ഏൽപ്പിക്കാൻ കഴിയുന്ന സാങ്കേതിക വിദ്യകളെ കൂടി ഇത് ആക്ച്വലി പവർ ചെയ്യുന്നുണ്ട്. കാരണം ഇത് ഇൻ്റലിജൻസ് റെവല്യൂഷൻ ആണല്ലോ. അപ്പോൾ ഒരു പക്ഷേ നമുക്ക് ഒരുപാട് എക്സൈറ്റഡ് ആവാനുള്ള റീസൺസ് ഉണ്ട്, അതുപോലെ തന്നെ ഒരുപാട് ഫ്രൈറ്റൻഡ് ആവാനുള്ള റീസൺസും ശരിക്കും ഇതിനകത്തുണ്ട്. ഇതൊക്കെ ശരിക്കും ദിസ് ഈസ് ടു പവർഫുൾ ടു സ്റ്റോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിനാരിയോയിലാണ്. അതുപോലെ തന്നെ ടു ഇമ്പോർട്ടൻറ്റ് ടു അബാൻഡൺ എന്ന് പറയുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിലാണ് നമ്മൾ ജീവിക്കുന്നത്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. നമുക്കിനി ചെയ്യേണ്ടത് എന്ത് എന്നുള്ള ചോദ്യമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് ഈ വീഡിയോ ആക്ച്വലി പാനിക് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതല്ല. പല ആളുകളും AIയെ ജഡ്ജ് ചെയ്യുന്നത് 2-3 റീസൺസ് വെച്ചിട്ടാണ്. ഞാൻ അത് ക്ലിയർ ചെയ്യാനാണ് നിങ്ങളോട് ആദ്യം റിക്വസ്റ്റ് ചെയ്യുന്നത്. ഒന്നാമത്തേത്, വലിയ ശതമാനം ആൾക്കാരും AIയുടെ ഫ്രീ വേർഷൻ ആയിരിക്കും ഉപയോഗിക്കുന്നുണ്ടാവുക. സാധാരണഗതിയിൽ ഈ ഫ്രീ വേർഷൻ എന്ന് പറയുന്നത് പെയ്ഡ് വേർഷനേക്കാൾ മിനിമം 1 വർഷമെങ്കിലും പിറകിലാണ്. അത് ChatGPTയോ ക്ലോഡോ ഏതോ ആയിക്കോട്ടെ, നിങ്ങൾ ഫ്രീ വേർഷനാണ് ഉപയോഗിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിലവിൽ AIയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളൊന്നും കണ്ടിട്ടില്ല. 2023-ലോ 2024-ലോ ഒക്കെ നിങ്ങൾ ഉപയോഗിച്ചു, ആ AI ഇത്രയല്ലേ ചെയ്യുന്നുള്ളൂ എന്ന് നിങ്ങൾ അസ്യൂം ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ 2026-ലെ AI കണ്ടിട്ടില്ല. ഇനി അതല്ല, പെയ്ഡ് പ്ലാൻ ഉപയോഗിക്കുന്ന ആൾക്കാർ, ചിലരെല്ലാം പെയ്ഡ് പ്ലാൻ ഉപയോഗിച്ചാൽ നല്ലതാണെന്ന് കരുതിയിട്ട് അത് പർച്ചേസ് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ മിക്കപ്പോഴും ഈ AI മോഡലുകൾക്കൊരു പ്രത്യേകതയുണ്ട്, അവർ ഓട്ടോമാറ്റിക്കായിട്ട് ഏറ്റവും ഫാസ്റ്റായിട്ട് ആൻസർ തരുന്ന മോഡലിലേക്കാണ് ഉണ്ടാവുക. അപ്പോൾ ChatGPT തന്നെ ആണെന്നുണ്ടെങ്കിൽ തിങ്കിങ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു മോഡുണ്ട്. 5.2 ആണ് നിലവിൽ ChatGPTയുടെ ഏറ്റവും അഡ്വാൻസ്ഡ്. ക്ലോഡ് ആണെങ്കിൽ OPUS 4.6 ആണ് ഏറ്റവും അഡ്വാൻസ്ഡ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെയൊക്കെ $20 പ്ലാനാണ് ഉപയോഗിക്കുന്നത് തന്നെ വെക്കുക. $20 മിക്ക വൈറ്റ് കോളർ ജോബ്സ് ചെയ്യുന്ന ആൾക്കാർക്കും ചെറിയ എമൗണ്ട് ആണ് കേട്ടോ. ഇനി അതല്ല, ഒരു നോർമലി ഒരു പഠിക്കാനൊക്കെ നിൽക്കുന്ന വിദ്യാർത്ഥിക്ക് പോലും ഇത് ശരിക്ക് വളരെ ചീപ്പാണ്. കാരണം ഒരു മാസം നിങ്ങൾ എത്രയോ രൂപ ഒരുപക്ഷെ പഠനത്തിന് വേണ്ടി ചിലവഴിക്കുന്നുണ്ടാവും. ഇത് നിങ്ങൾക്ക് ഒരു ഏറ്റവും ബെസ്റ്റ് മെൻറ്ററെ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കസ്റ്റമൈസ് ചെയ്തിട്ട് പറയാൻ കഴിയുന്ന കപ്പാസിറ്റി ഉള്ള ഒരാളാണ്. അപ്പോൾ മിക്ക ആൾക്കാരും ശരിക്കും ഇതിൻ്റെ എക്സ്റ്റെൻഡഡ് തിങ്കിങ് മോഡോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും യൂസ് ചെയ്യുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ ബെസ്റ്റ് മോഡലാവില്ല നിങ്ങൾ ഓട്ടോമാറ്റിക്കലി സെലക്ട് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ നിങ്ങളത് ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത്, പല ആൾക്കാരും ഗൂഗിളിന് പകരമായിട്ടാണ് AI ടൂളുകൾ ഉപയോഗിക്കുക. ചോദ്യം ചോദിക്കുന്ന രീതിയാണെന്നുണ്ടെങ്കിലും ഗൂഗിളിനോട് ചോദിക്കുന്ന പോലെയാണ് ചോദിക്കുക. അല്ല, AIക്ക് നിങ്ങളെക്കുറിച്ച് അറിയില്ല എന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് കോണ്ടെക്സ്റ്റ് സെറ്റ് ചെയ്യാൻ പഠിക്കുക. 2, ഗൂഗിളിനെ പോലെ എന്താ പറയുക, ഇന്നത്തെ വെതർ എന്താ, അല്ലെങ്കിൽ 5 കൂട്ടിയാൽ എത്രയാണെന്ന് ചോദിക്കാനോ അങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ഇങ്ങോട്ട് മറക്കി. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ആക്ച്വൽ വർക്കിലേക്ക് AIയെ പുഷ് ചെയ്യുക.
ആക്ച്വൽ വർക്കിലേക്ക് പുഷ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഫിനാൻഷ്യൽ അഡ്വൈസർ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് കാര്യത്തിലാണോ നിങ്ങൾ നിലവിൽ ചെയ്യുന്ന ജോബ്, ആ ജോബ് അതിനെക്കൊണ്ട് ചെയ്യിപ്പിക്കാൻ നോക്കുക. അപ്പോൾ ക്ലോഡിൻ്റെ കോവർക്ക് എന്നുള്ള സംഭവം വന്നല്ലോ. അപ്പോൾ നിങ്ങളൊരു ഫയലിനൊക്കെ ആക്സസ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഫയലിനകത്തുള്ള കാര്യങ്ങളെല്ലാം ഓർഗനൈസ് ചെയ്യാനോ അതെന്നെങ്കിലും ഡാറ്റ മേക്ക് ചെയ്യാനോ ഒക്കെ കോവർക്കിൻ്റെ പ്ലഗിൻസ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഏത് മേഖലയിലാണോ, വക്കീലായിക്കോട്ടെ, ഡോക്ടർ ആയിക്കോട്ടെ, ഏതായിക്കോട്ടെ, നിങ്ങളുടെ നിലവിലുള്ള വർക്ക് എന്താണോ അതിലേക്ക് നിങ്ങൾ ഈ AI പുഷ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ആദ്യത്തെ അറ്റംപ്റ്റ് തന്നെ ചിലപ്പോൾ പെർഫെക്റ്റ് ആവണമെന്നില്ല. നമ്മൾ ഐട്രേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. കൂടുതൽ കോണ്ടെക്സ്റ്റ് കൊടുത്തുകൊണ്ടേ ഇരിക്കുക. കോണ്ടെക്സ്റ്റ് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AIക്ക് നമ്മളെക്കുറിച്ച് ഒന്നും അറിയില്ല എന്ന് അസ്യൂം ചെയ്യുക. നമ്മൾ പുതിയ ഒരാളെ പരിചയപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അയാൾക്ക് നമ്മൾ ഒരുപാട് പരിചയപ്പെടുത്താൻ വേണ്ടി നമ്മളിങ്ങനെ ശ്രമിക്കില്ല. കൂടുതൽ ഇൻഫോർമേഷൻ നമ്മളിങ്ങനെ പറഞ്ഞു കൊടുത്തുകൊണ്ടേ ഇരിക്കും. പല ആൾക്കാരും ഗൂഗിൾ പോലെ AI ഉപയോഗിക്കുമ്പോൾ AIക്ക് ഈ പറഞ്ഞു കൊടുക്കണം എന്നുള്ള ധാരണ മിസ് ചെയ്യും. അപ്പോൾ നിങ്ങൾ ഒറ്റയടിക്കൊന്നും ഇതിൽ പെർഫെക്റ്റ് ആവില്ല. ബട്ട് ദെൻ എവറി ഡേ അറ്റ്ലീസ്റ്റ് ഒരു 1 hour ഒക്കെ നിങ്ങൾ ഇതിൽ ഇൻവെസ്റ്റഡ് ആവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ട്രാജക്ടറിയിൽ മുന്നോട്ട് മാത്രമേ പോവുള്ളൂ. ഒന്ന്, നിങ്ങൾ AIയുടെ വീക്ക്നെസ്സുകൾ മനസ്സിലാക്കും, AIയുടെ കപ്പാസിറ്റി മനസ്സിലാക്കും, നിങ്ങളുടെ ജോബ് റോളിനകത്ത് എങ്ങനെ ഉപയോഗിക്കാൻ കഴിയും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കും. അപ്പോൾ ഓരോ ദിവസവും നിങ്ങൾ പുതിയ കാര്യങ്ങൾ ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കുക. കുറച്ചും കൂടി ഹാർഡർ ആയിട്ടുള്ള പ്രോബ്ലംസ് ഇങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കുക. തീർച്ചയായിട്ടും ഇത് ചെയ്യുന്ന എവരി പേഴ്സൺ ഒരു 6 മാസം ഇത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 99% ആൾക്കാരെക്കാളും നിങ്ങൾ ബെറ്റർ പൊസിഷൻഡായിരിക്കും. ഇത് ശരിക്കും പറഞ്ഞാൽ വളരെ ചുരുക്കം ആളുകൾ മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വയം ഇവാലുവേറ്റ് ചെയ്യുക, നിങ്ങൾ ഇത് ചെയ്യുന്നുണ്ടോ എന്നുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ മാറ്റ് ഷൂമറിൻ്റെ കാര്യം പറഞ്ഞല്ലോ. അദ്ദേഹം പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ആളുകൾ ഇപ്പോഴും AIയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പല അപ്ഡേറ്റുകളെയും ഇഗ്നോർ ചെയ്ത് ജീവിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മുടെയൊക്കെ ഓഫീസിനകത്ത് ഞാനിപ്പോൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം AIയെ വെച്ച് ചെയ്തു എന്ന് പറയുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരാണ് ശരിക്കും ആ കമ്പനിയിലെ ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള ആൾക്കാർ. അല്ലാതെ ചില ആൾക്കാർ പ്രൗഡാവുന്ന കാര്യമുണ്ടല്ലോ, ഞാൻ ഇപ്പോഴും AI യൂസ് ചെയ്തിട്ടില്ല, AI ഇല്ലാത്തൊരു കാലമാണ് ഞാൻ ഇമാജിൻ ചെയ്യുന്നതെന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർ ആക്ച്വലി ഔട്ട്ഡേറ്റഡ് ആയി കഴിഞ്ഞു. അവർക്ക് ഇനി ഇതില്ല. ശരിക്കും ഞാൻ ഇങ്ങനെ വരെ പറയാം. അപ്പോൾ എന്താ വെച്ചാൽ 2023 2024 AI ഉപയോഗിച്ചിട്ട് നിലവിലെ AI പോരാ എന്ന് പറയുന്ന ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ അവർ ശരിക്കും AIയുടെ കാര്യത്തിൽ 2024 എന്നൊക്കെ പറയുന്നത് അതിൻ്റെ ആൻഷ്യൻ്റ് ഹിസ്റ്ററിയാണ്. കാരണം ഇതിനകത്ത് AIയിൽ ഒരുപാട് അപ്ഡേറ്റുകൾ കഴിഞ്ഞു, AI ഒരുപാട് മുൻപോട്ട് പോയി കഴിഞ്ഞു. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ഡിസിഷൻസ് എടുക്കുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കുറച്ച് കോമൺ സെൻസിക്കലായിട്ട് ചിന്തിക്കുക. AI എന്തായാലും ഇത്രയൊക്കെ കേപ്പബിൾ ആയിട്ടുള്ള സംഭവം വരികയാണെന്നുണ്ടെങ്കിൽ ഇത് ലോകത്ത് ഒരു ഫൈനാൻഷ്യൽ ഡിസ്റപ്ഷൻ ക്രിയേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതിൻ്റെ ഏർലി വാർണിങ്ങുകളാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ കാര്യങ്ങൾ മുൻപോട്ട് പോവുക. ഇനി കുട്ടികൾ അല്ലെങ്കിൽ കുട്ടികളുള്ള പാരൻസ് ഉണ്ടെങ്കിൽ ഒരു കാര്യം ഞാൻ പറയാം, നല്ല ഗ്രേഡ്സ്, നല്ല കോളേജ്, ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള പ്രൊഫഷണൽ ജോബ്, ഇങ്ങനത്തെ ഒരു സ്റ്റാൻഡേർഡ് പ്ലേ ബുക്ക് ഉണ്ടല്ലോ, ഇതാണ് ശരിക്കും AIയുടെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ അടിയേൽക്കാൻ പോകുന്ന മേഖല എന്ന് വേണമെങ്കിൽ പറയാം. എഡ്യൂക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെയാണ് ഇതിനകത്ത് ടൂൾസ് യൂസ് ചെയ്യാൻ പഠിക്കുന്നതൊക്കെ. നിങ്ങൾ ശരിക്കും ജെനുവിൻലി പാഷനേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പെർസ്യൂ ചെയ്യുക. ഇതിന് മുൻപത്തെ പോലെ ജീവിക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു ജോലി ചെയ്യാനുള്ള സാഹചര്യം കുറയാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം AIയുടെ ഒരു കപ്പാസിറ്റി ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ AIയുടെ നിലവിലുള്ള കപ്പാസിറ്റികൾ നിങ്ങൾ അസസ് ചെയ്തുകൊണ്ടേയിരിക്കുക. നിങ്ങൾ ബിൽഡേഴ്സും ലേണേഴ്സൊക്കെ ആയിട്ട് മാറുക. അപ്പോൾ നിങ്ങൾ ഇനി ഒരു കരിയർ എടുക്കണമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ തന്നെ അതിൻ്റെ AI റിസ്ക് എത്രമാത്രമാണ് എന്നുള്ളത് നിങ്ങൾ പ്രോപ്പറായിട്ട് അസസ് ചെയ്യുക. ഇതൊക്കെ ശരിക്കും എന്താ വെച്ചാൽ ഇത്രയും പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരു ത്രെട്ട് മാത്രമല്ല, ആക്ച്വലി അതൊരു പ്രോപ്പർ ഓപ്പർച്യൂണിറ്റിയാണ്. കാരണം നിങ്ങൾ ആലോചിച്ച് നോക്കി, നല്ല ഒരു ആപ്പ് ഐഡിയ ഉണ്ട്, പക്ഷേ നിങ്ങൾക്ക് ടെക്നോളജി സർവീസുകളൊന്നും അറിയില്ല എന്ന് തന്നെ വെക്കുക, അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യാൻ അറിയില്ല എന്നൊക്കെ ചിന്തിക്കുക. ഇന്ന് നിങ്ങൾക്ക് എല്ലാം ചെയ്ത് തരാൻ ആക്ച്വലി AI ഉണ്ട്. നിങ്ങൾക്ക് വീഡിയോ ഉണ്ടാക്കണോ AI ഉണ്ട്, നിങ്ങൾക്ക് കോഡ് എഴുതണോ AI ഉണ്ട്, ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണോ മെൻറ്ററിങ്ങിന് AI ഉണ്ട്, പുതിയ സ്കില്ല് പഠിക്കണോ അതിന് നിങ്ങൾക്ക് ബാരിയർ ഇല്ല, AI ഉണ്ട്. അപ്പോൾ ഇന്ന് ശരിക്കും സ്റ്റാൻഫോർഡിലോ MITയിലോ പഠിക്കുന്ന ഒരു കുട്ടിക്ക് കിട്ടുന്ന അതേ വിദ്യാഭ്യാസ നിലവാരം ശരിക്കും ഒരു പെയ്ഡ് ടൂളും കൂടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 1000-2000 രൂപയ്ക്കൊക്കെ നമ്മൾ ഏത് ഭാഗത്തിരിക്കുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ റൈറ്റ് കരിയർ പാത്ത് ചൂസ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. ഈ മാറ്റ് ഷൂമറുടെ ആർട്ടിക്കിളിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നൽകാം. നിങ്ങളത് ചുമ്മാ ഇങ്ങനെ വായിക്കുക. അദ്ദേഹം ആക്ച്വലി ആ ആർട്ടിക്കിൾ തുടങ്ങുന്നത് നമ്മൾ കോവിഡ് 2020 വന്നില്ലേ, അപ്പോൾ ഫെബ്രുവരി 2020 നമ്മൾ ഇരിക്കുന്നത് ആക്ച്വലി എന്നുള്ള ഒരു പറഞ്ഞിട്ടാണ് അദ്ദേഹം തുടങ്ങുന്നത്. എന്താ വെച്ചാൽ ഫെബ്രുവരി 2020 സാഹചര്യങ്ങൾക്ക് ഓർമ്മയുണ്ടോ? നമ്മൾ വാർത്താ ചാനലുകളിലൊക്കെ എവിടെയോ കോവിഡ് എന്നുള്ളൊരു വൈറസ് ചൈനയിൽ വന്ന് തുടങ്ങിയിട്ടുണ്ട്, പക്ഷേ നമ്മൾ ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെയാണ്, നമ്മളതൊരിക്കലും ബാധിക്കില്ല എന്ന് നമ്മൾ ചിന്തിക്കുന്നു. കുട്ടികൾ സ്കൂളിൽ പോകുന്നു, ആൾക്കാർ ജോലിക്ക് പോകുന്നു, ഈ ഒരു സിറ്റുവേഷനാണ് അന്ന് നമുക്കുണ്ടായിരുന്നത്. നമ്മൾ ഇഗ്നോർ ചെയ്തു ആ ന്യൂസ്. നമ്മളൊരിക്കലും അന്ന് പറയാണ്, അന്ന് ആരെങ്കിലും ഒരു പ്രൊഫസി പോലെ പറയാണ് ലോക്ക്ഡൗൺ വരാൻ പോവാണ്, ലോകം മുഴുവൻ സ്റ്റാൻഡ് സ്റ്റില്ലാകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും വിശ്വസിക്കാൻ ചാൻസ് ഇല്ല. നമ്മൾ ഭ്രാന്താന്ന് പറയാം അയാൾക്കൊക്കെ. പക്ഷെ അതിന്ന് ലോകം മാറി. ജസ്റ്റ് 3 വീക്സ് കഴിഞ്ഞപ്പോൾ, ഫെബ്രുവരിയിൽ നിന്ന് 3 വീക്സ് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു
മാർച്ച് 20-24 ആ റേഞ്ചിലാണ്. ലോകം സ്റ്റാൻഡ് സ്റ്റില്ലായി. വിമാനങ്ങൾ പറക്കുന്നില്ല, ഓഫീസുകൾ പോകുന്നില്ല, കംപ്ലീറ്റ് ലോക്ക്ഡൗൺ വന്നില്ലേ. ഒരുപാട് ബിസിനസ് മോഡലുകൾ അന്ന് പൊട്ടിയിട്ടുണ്ട്, ഒരുപാട് കമ്പനികൾ എമർജ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് കമ്പനികൾ പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ സിമിലർലി ഒരു പക്ഷേ കോവിഡിനേക്കാൾ വലിയ ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്ന സാഹചര്യമാണ് ഇന്ന് ലോകത്ത് ക്രിയേറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. 500 ബില്യണിലധികം ക്യാപിറ്റൽ ഈ വർഷം ഇൻഫ്രാസ്ട്രക്ചറിൽ ഇൻവെസ്റ്റഡ് ആവുന്നു. കഴിഞ്ഞ വർഷം നിയർലി 400 ബില്യൺ ഇൻവെസ്റ്റഡ് ആയിട്ടുണ്ട്. ഇത് ശരിക്കും ഈ പൈസയൊക്കെ ഇറക്കുന്ന ആൾക്കാർ ലോകത്തിലെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് തിങ്കേഴ്സാണ്. ശരിക്കും നമ്മളിങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ 800-900 കോടി ആൾക്കാർക്ക് വേണ്ടി ഡിസിഷൻ മേക്ക് ചെയ്യുന്നത് ഒരു ഹാൻഡ്ഫുൾ ഓഫ് AI റിസർച്ചേഴ്സാണ്. അവർ ഇന്ന് എല്ലാവർക്കും കൂടി വേണ്ടുന്ന ഇൻ്റലിജൻസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡെഫിനറ്റ്ലി ഇതെന്തായിരിക്കും ഇനി കൊണ്ടുവരിക എന്നുള്ളതിനെക്കുറിച്ച് എല്ലാവരും കൺസേൺഡ് ആണ്. അപ്പോൾ നമ്മളിപ്പോൾ പറയുന്ന കാര്യങ്ങൾ പ്രസൻറ്റിനെ കുറിച്ചിട്ടുള്ള കോൺവെർസേഷനാണ്. നിങ്ങൾ കേരളത്തിൽ ഇനി ഇലക്ഷനൊക്കെ വരാൻ പോവുകയാണ്. നമ്മൾ ഇപ്പോഴും എന്തൊക്കെ കാര്യങ്ങളിലാണ് നമ്മുടെ ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് ചിന്തിച്ച് നോക്കുക. പക്ഷേ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ കേരളത്തിലോ ഇന്ത്യയിലോ നമ്മളെ റീജിയണൽ പൊളിറ്റിക്സ് എന്തോ ആയിക്കോട്ടെ, നമ്മളെ എല്ലാവരെയും ബാധിക്കാവുന്ന കോവിഡിനേക്കാൾ വലിയ പ്രഹരശേഷിയുള്ള ഒരു സംഭവമാണ് എമർജ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതൊരു പക്ഷേ ഈ ഫെബ്രുവരി 2020 ശേഷം മാർച്ച് 2020 വന്നല്ലോ, അന്നുണ്ടാക്കിയതിന് സമാനമായിട്ടുള്ള സാഹചര്യം ഉണ്ടാക്കാൻ അധിക സമയമൊന്നും വേണ്ടി വരില്ല. Be aware, something big is